ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. ഇന്ന് എനിക്ക് വന്നൊരു കമന്റിന് മറുപടി ഒന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. താമസിച്ചു പോകണ്ടല്ലോ, കാരണം എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇന്നൊരു സഹോദരി എഴുതിയിരിക്കുകയാണ്, ഫസ്റ്റ് പ്ലേസ് കൊടുത്താലും സെക്കൻഡ് പ്ലേസ് കൊടുത്താലും മരണസമയം വരുമ്പോൾ സ്വർഗ സൗഭാഗ്യം ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. സൗന്ദര്യവും ചെറുപ്പവും ഒക്കെ മാഞ്ഞു പോകും. ഈ സഹോദരി പറഞ്ഞ തീമിനോട് ഞാൻ യോജിക്കുന്നു, പക്ഷെ പറഞ്ഞ ആ കോണ്ടെക്സ്റ്റിനോട് ഞാൻ വിയോജിക്കുകയാണ്. നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ എങ്ങനെ പരിരക്ഷിക്കാം, അതുപോലെ നമ്മൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടിയ ആ കിരീടത്തെ പറ്റിയും എന്റെ എക്സ്പീരിയൻസിനെ പറ്റിയും ഒക്കെ പറഞ്ഞപ്പോഴാണ് ഈ സഹോദരി ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ബൈബിളിൽ മാത്യു ചാപ്റ്റർ 25 വേഴ്സസ് ഫ്രം 14 to 30 ജീസസ് പറയുന്ന ഒരു പാരബിൾ ഉണ്ട്. എന്റെ വ്യൂവേഴ്സ് ഒത്തിരി പേര് ക്രിസ്ത്യൻസ് അല്ലെന്നറിയാം, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരിടത്തൊരു യജമാനൻ ഉണ്ടായിരുന്നു. ആ യജമാനൻ ദൂരെ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തെന്നോ, 3 ജോലിക്കാരെ വിളിച്ചിട്ട് ഒരു ജോലിക്കാരന് 5 താലന്തും, താലന്തെന്ന് പറഞ്ഞത് അന്നത്തെ റുപ്പീസ് പോലെയുള്ള കാര്യങ്ങളാണ്, വേറൊരു വേലക്കാരന് 2 താലന്തും, പിന്നെ മൂന്നാമതൊരാൾക്ക് 1 താലന്തും കൊടുത്തിട്ട് ആ യജമാനൻ എങ്ങാണ്ട് ദീർഘയാത്രയ്ക്ക് അങ്ങ് പോയി. അപ്പോൾ ഈ 5 താലന്ത് കിട്ടിയ ആള് എന്ത് ചെയ്തെന്നറിയാമോ? പുള്ളിക്കാരൻ പോയി ബിസിനസ് ഒക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് 5 താലന്തും കൂടെ ഉണ്ടാക്കി 10 താലന്താക്കി അത് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ 2 താലന്ത് കൊടുത്ത ആള് പോയി ബിസിനസ് ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെയാണ്. കാരണം നമ്മുടെ ആ ഇൻകം എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ കഷ്ടപ്പെട്ട് 2 താലന്തും കൂടെ കൂട്ടി 4 താലന്തായിട്ട് വരും. മൂന്നാമത്തെ ആൾ എന്താ അടുത്തെന്ന് വിചാരിച്ചെന്നാല് പുള്ളിക്കാരൻ തന്നെ അടുത്തു, അത് കൊണ്ടുപോയി നിലത്ത് കുഴിച്ചിട്ടു. ഈ 1 താലന്ത് വെച്ചിട്ട് ഞാൻ എന്തോ എടുക്കാനായിട്ടാണ് എന്നും പണ്ടുകൊണ്ട് കുഴിച്ചിട്ടു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ യജമാനൻ അല്ലെങ്കിൽ ഈ മാസ്റ്റർ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോൾ ചോദിക്കുമല്ലോ, റിപ്പോർട്ട് ചോദിക്കുമ്പോഴേത്തിന് 5 താലന്തുള്ള ആള് ഓടി വന്ന് പറഞ്ഞു, ഓ ലോർഡ്, എനിക്ക് നീ 5 താലന്ത് തന്നു, ഞാൻ അത് 5ഉം കൂടെ ആയിട്ട് വർദ്ധിപ്പിച്ച് 10 താലന്ത് എൻ്റെ കയ്യിലുണ്ട്, എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ആ യജമാനൻ പറയുകയാണ്, നീ നല്ലവനും നിനക്ക് കിട്ടിയ ചെറിയ കാര്യങ്ങളിൽ നീ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തതിനാൽ നിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളുടെ മേധാവിയായിട്ട് നിയമിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2 താലന്ത് 4 ആക്കിയ ആളോടും ഇങ്ങനെ പറഞ്ഞു, നിനക്ക് കിട്ടിയതിനെ കൊണ്ട് നീ അത് പൊലിപ്പിച്ചു, അതിന് നീ വർക്ക് ഹാർഡ് ചെയ്തതിന് നിന്നെയും ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആൾ വന്നിട്ട് പറഞ്ഞു, യജമാനെ, എനിക്കറിയാം നീ കഠിന ഹൃദയനും വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്ത് നിന്ന് ചേർക്കുന്നവനും ആകയാൽ ഞാൻ എന്തോ എടുത്തു, ഞാൻ അത് കൊണ്ടുപോയി മണ്ണി കുഴിച്ചിട്ടു, എന്നാ നിന്റെ 1 താലന്തും പറഞ്ഞുകൊണ്ട് ആ പൈസ യജമാനൻ അങ്ങ് കൊടുത്തു. അപ്പോഴത്തേന് യജമാനൻ പറയുന്ന മറുപടി എന്നറിയാമോ? ദുഷ്ടനും മടിയനുമായ നിനക്ക് തന്ന താലന്ത് ഞാൻ നിന്നിൽ നിന്ന് അങ്ങ് എടുക്കുകയാണ്, എന്നിട്ട് ആ 10 താലന്ത് ഉണ്ടായിരുന്ന ആൾക്ക് അതങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെ ഉള്ളവന് ഏറ്റവും കൂടുതൽ ലഭിക്കും. അങ്ങനെ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയും കൂടുതൽ സമ്പാദിക്കുകയും ചെയ്യുന്നവർക്ക് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ? അപ്പോൾ നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾക്ക് ദൈവം കുറെ താലന്തുകൾ തരും. അത് പൈസയായിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ കഴിവുകളായിട്ടായിരിക്കാം. പല കഴിവുകൾ, ഒരുപാട് കഴിവുകളുണ്ട്, ഇല്ലേ? ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള, അത് ഓരോരുത്തർക്കും അതാത് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. കഴിവില്ലാതെ ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ആളുകൾ അത് യൂട്ടിലൈസ് ചെയ്യത്തില്ല. മടിയനും ദുഷ്ടനും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ താലന്തുകൾ വർദ്ധിക്കാത്തത്. അപ്പോൾ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന എന്ത് താലന്ത്, ചിലപ്പോൾ അത് നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കാം, ചിലപ്പോൾ അത് നമ്മുടെ സമ്പത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമായിരിക്കാം, സൗന്ദര്യമായിരിക്കാം. എന്താണ് തന്നിരിക്കുന്നതെന്നാൽ അതിനെ നമ്മൾ ആ 5 താലന്ത് കിട്ടിയ ആളെ പോലെ നമ്മളും യൂട്ടിലൈസ് ചെയ്യണം. അല്ലാതെ നമ്മൾ മരിക്കും, അതുകൊണ്ട് ഇതൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, എല്ലാം കൂടെ നമുക്ക് കുഴിച്ചു മൂടി അങ്ങ് വെച്ചേക്കാം എന്നും പറഞ്ഞ് ഇരിക്കരുത്. അതിന് ദൈവത്തിന് ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തില്ലെന്നുള്ളതാണ് എന്റെ അറിവ്, കേട്ടോ. എന്റെ പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന താലന്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഴിവുകളെ എല്ലാമാണ്. കഴിവുകളെയും പണത്തിനെയും നമ്മൾക്കുള്ളത് എല്ലാത്തിനെയും വേണ്ട വിധം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയ സൗന്ദര്യമോ നമുക്ക് കിട്ടിയ ആരോഗ്യമോ അല്ലെ, അത് നമ്മളത് യൂട്ടിലൈസ് ചെയ്യാന്നും ഇന്ന സെൻസ് ഞാൻ പറഞ്ഞെന്നാ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ഒന്ന് പ്രചോദിപ്പിക്കാനും അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യിപ്പിക്കാനായിട്ടും അവരെ ഒരു ഹെൽത്തി കണ്ടീഷനിലേക്ക് നടത്താനും തക്കവണ്ണം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആ 1 താലന്ത് ലഭിച്ചവനോട് സമമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എനിക്കറിയത്തില്ല ഈ പറഞ്ഞ ആള് എങ്ങനെയുള്ള ആളാണെന്ന് അറിയത്തില്ല. അപ്പൊ എനിക്കൊരു ചോദ്യമുണ്ട്. അപ്പോ നമ്മൾ മരിച്ചു പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ഷുവർ ആൻഡ് സർട്ടൻ, സത്യസന്ധമല്ല. നമ്മൾ മരിച്ചു പോകും, നമ്മൾ ജനിച്ചു പോയിട്ടുണ്ടെങ്കിൽ മരിച്ചു പോകുന്നുള്ളത് മാത്രമാണ് സ്പഷ്ടമായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ശരിക്കും സംഭവിക്കുമെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അയ്യോ നമ്മൾ മരിച്ചു പോകുന്നറിയാം, എന്നാ പിന്നെ നമ്മൾ എന്തിനാ വിദ്യാഭ്യാസത്തിന് പോകുന്നത്? എന്നാൽ നമുക്ക് ജോലിക്ക് പോകണ്ടല്ലോ, നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ഇതൊന്നും വേണ്ട, ഞാൻ നാളെ മരിച്ചു പോകും, എനിക്ക് സ്വർഗരാജ്യം മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുകയാണോ വേണ്ടിയത്? അല്ല, എൻ്റെ ഒരു സംശയം ചോദിച്ചതാണ്. ഈ സഹോദരിക്ക് വിദ്യാഭ്യാസത്തിന് പോയിട്ടുണ്ടാവുക, ഈ സഹോദരിക്ക് ഒരു ജോലി കിട്ടിയെന്നാൽ ആ ജോലിയിൽ ഒരു കയറ്റം കിട്ടിയെന്നാൽ എടുക്കത്തില്ലേ? സമ്പത്ത് കിട്ടിയെന്നാൽ അത് ഉപയോഗിക്കത്തില്ലേ? വേണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ല, എനിക്ക് സംശയമുള്ളതുകൊണ്ട് ചോദിക്കുക. കാരണം സ്വർഗരാജ്യത്തിൽ പോകാൻ നേരത്ത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്കിതൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല, നമ്മൾ മരിച്ചും പോവും. എന്നാ പിന്നെ ഇതിനൊക്കെ എന്തിനാ പോകുന്നെന്നുള്ള വിചാരമാണോ ഉള്ളത്? അപ്പൊ ഒരാള് അവനവന്റെ വിദ്യാഭ്യാസത്തിലും അവരവരുടെ ജോലിയിലും ഉയർന്ന പൊസിഷൻ എടുക്കുകയും സമ്പത്ത് എന്ന് പറഞ്ഞാൽ പൈസ സമ്പാദിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കുകയും നല്ല വസ്ത്രം ധരിക്കുകയും എല്ലാം ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ളതല്ല സൗന്ദര്യം എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആന്തരികമായിട്ടുള്ള സൗന്ദര്യമാണ്, നമ്മുടെ കോർ വാല്യൂസ് ആണെന്ന് ഞാൻ സ്പെഷ്യലി പറഞ്ഞു കേട്ടോ. ആ കോർ വാല്യൂസ് സംരക്ഷിക്കുന്നവര് ദൈവത്തിന്റെ ഇഷ്ടമുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ, അതിന് പ്രകാരമേ ജീവിക്കുകയും ചെയ്യുള്ളൂ. അതാണ് സൗന്ദര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം. അല്ലാതെ മുഖത്ത് കാണുന്ന ഒരു ഭംഗി എന്ന് പറയുന്ന പോലെ അല്ലെ കുറെ വെളുപ്പോ അങ്ങനെയൊന്നും ഉള്ളതല്ല. അങ്ങനെ നമ്മളൊരു ഉയർന്ന ജോലിയും നല്ല നല്ല പൊസിഷനും നല്ല വിദ്യാഭ്യാസവും നല്ല വീട്ടിലും നല്ല വാഹനത്തിലും നല്ല ഭക്ഷണം കഴിച്ചും നല്ല വസ്ത്രം ധരിച്ചും എല്ലാം നടക്കുവാണെന്ന് പറയുവാണെങ്കിൽ നമ്മുടെ സൗന്ദര്യവും നമുക്ക് കിട്ടുന്ന എല്ലാ കഴിവുകളെയും നമ്മൾ വേണ്ട വിധം ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. അല്ലാതെ നമുക്ക് പൈസ കിട്ടിയാൽ നമുക്ക് ചേർത്ത് വെക്കാം, വലിയ വീട് വെക്കാം, അങ്ങനെ ആ കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോഴത്തേന് അത് കഴിഞ്ഞാൽ ആ വലിയ വീട്ടിലിരുന്ന് നമ്മൾ സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്തുവാന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന എല്ലാ കഴിവുകളും മനസ്സിലായോ, അത് മറ്റുള്ളവർക്ക് ഒരു ഫിസിക്കലായിട്ട് എമോഷണലായിട്ട് സ്പിരിച്വലായിട്ട് ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കണിശമായിട്ടും ചെയ്തിടണം. ബൈബിളിൽ പിന്നെ ഒരു വാക്കുണ്ട്, ബി ആൻ അഡ്വക്കേറ്റ് ഫോർ ദ ഓർ ഹെൽപ്ലെസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ചിലർക്കൊന്നും സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ മനപ്രയാസത്തിൽ ഇരിക്കുന്നവരെ നമ്മൾ അതിൽ നിന്നും വിടുവിക്കാനായിട്ടുള്ളത് നമ്മളെ കഴിയാവുന്നത് ചെയ്യണമെന്നുള്ളത് ആണ് അതിന്റെ മീനിങ് ഉള്ളത് കേട്ടോ. നമ്മൾ മരിക്കുന്നത് വരെയും ദൈവം തന്ന ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും എല്ലാം മറ്റുള്ളവർക്ക് ഫിസിക്കൽ ഇമോഷണൽ സ്പിരിച്വൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചാൽ കണിശമായിട്ടും നമ്മൾ സ്വർഗരാജ്യത്തിൽ തന്നെ പോകും. ഇതെന്റെ അഭിപ്രായമാണ് കേട്ടോ, എന്റെ കൺസെപ്റ്റ് അതാണ്. അങ്ങനെ ദൈവം എനിക്ക് തന്ന താലന്തുകൾ ഞാൻ ആ 5 താലന്ത് കൊടുത്ത ആളിനെ പോലെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്റെ ശ്രമം. എന്തുമായിക്കോട്ടെ, എനിക്കുള്ള എല്ലാ കഴിവുകളും. ഇതാണ് എന്റെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ആ സഹോദരിയെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്താനായിട്ടല്ല. കാരണം ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, അതിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് പറഞ്ഞു, അതിന് ഐ വെൽക്കം ഹെർ കമന്റ്സ് സോ മച്ച്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കൂടെ പറയാനായിട്ട് പറ്റി. അപ്പൊ എനിക്ക് ഇത്രയും പേരോടും ആ ദൈവത്തിന്റെ എന്നാ നിശ്ചയം, നമ്മൾക്ക് തന്ന താലന്തുകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നുള്ളത് എനിക്ക് പറയാനിടയായില്ലേ. താങ്ക് യു സഹോദരി.